സോ വെൽക്കം. നമ്മൾ ഫാമിലിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്ട് ഹെൽത്ത് വെൽത്ത് എന്നുള്ളതാണ്. ആരോഗ്യം, ആദായം, ആരോഗ്യം, വരുമാനം, ഇതാണ് നമ്മളുടെ ഫാമിലി, ഇതാണ് നമ്മുടെ കൂട്ടായ്മ, ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയിലേക്കാണ് നമ്മൾ മെമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. നമ്മളെ കമ്മ്യൂണിറ്റി ഇതാണ്, നമ്മളെ കൂട്ടായ്മ ഇതാണ്. ഒട്ടനവധി കൂട്ടായ്മകൾ എന്നുണ്ട് ഇന്ന് സമൂഹത്തിൽ ഒത്തുചേരുന്നുണ്ട്. വിദേശയാത്രകള്, ഫോറിൻ ട്രിപ്പിനുള്ള കൂട്ടായ്മയുണ്ട്, കുടുംബശ്രീ കൂട്ടായ്മകളുണ്ട്, പലതരത്തിലുള്ള കൂട്ടായ്മകളും ഇന്ന് സമൂഹത്തിലുണ്ട്. അതിലൊക്കെ ആളുകൾ എന്തുണ്ട്, ചില ക്ലബുകളുണ്ട്, അതിലൊക്കെ ആളുകൾ കൂടുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം ആ ക്ലബ്ബ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വിദേശയാത്ര പോവുക, ഫോറിനിൽ പോവുക, ടൂർ പോവുക എന്നൊക്കെ ആയിരിക്കും ആ ക്ലബിന്റെ കൂട്ടായ്മ. സംഗീത കൂട്ടായ്മകളുണ്ട്, അതിന്റെ ഉദ്ദേശം അവർ പാട്ട് പഠിക്കുക എന്നുള്ള കൂട്ടായ്മയാണ്. ഇങ്ങനെ ഒരുപാട് കൂട്ടായ്മകൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ട്. അതിലൊക്കെ ഒട്ടനവധി ആളുകൾ ആ കൂട്ടായ്മയിൽ അംഗമാണ് താൻ. നമ്മളുടെ കൂട്ടായ്മ എന്താണ്? നമ്മൾ ആളുകളെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കൂട്ടായ്മ. നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞാൽ ആരോഗ്യം, വരുമാനം, ആരോഗ്യം, ആദായം, ഹെൽത്ത് വെൽത്ത്, ഇതാണ് നമ്മുടെ സബ്ജക്ട്. അപ്പൊ ഈ സബ്ജക്ട് നല്ലൊരു ആശയമല്ലേ, നല്ലൊരു ആശയമാണല്ലോ. നമ്മൾ ഈ കമ്പനിയുടെ ഭാഗമാകുന്നതോടൊപ്പം തന്നെ നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് ബോധവാനാവുകയും നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഫാമിലി, എന്റെ കുടുംബത്തിന് ആരോഗ്യം, എനിക്ക് ആരോഗ്യം, എന്നിലൂടെ സമൂഹത്തിന് ആരോഗ്യം, ഇത് ഈ കമ്പനിയുടെ ഭാഗമാകുമ്പോൾ സംഭവിക്കുന്നു. ഒപ്പം തന്നെ എനിക്ക് വരുമാനം, എന്റെ കൂടെ വരുന്ന ആൾക്ക് വരുമാനം, എന്റെ സമൂഹത്തിൽ വരുന്ന ആൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കുക. ഇതാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ആശയം. ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങളെ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ കണക്ട് ചെയ്യേണ്ടത്. വളരെ അഭിമാനത്തോട് കൂടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഫാമിലിയിലേക്ക് ഓരോ അംഗത്തിനെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ. കാരണം നമ്മളെന്താണ്, ഇതാണ് നമ്മളുടെ കമ്മ്യൂണിറ്റി, ഇതാണ് നമ്മുടെ കൂട്ടായ്മ. ആരോഗ്യം, വരുമാനം, ഇത് എല്ലാവർക്കും ആവശ്യമല്ലേ? എല്ലാവർക്കും ആവശ്യമാണ്. ഈ ഫാമിലിയിലേക്ക് നിങ്ങൾ മാക്സിമം ആളുകളെ കണക്ട് ചെയ്യണം. നമ്മൾ സൂം മീറ്റിംഗിലേക്ക് മാക്സിമം ആളുകളെ കണക്ട് ചെയ്യണം. നമ്മുടെ മീറ്റിംഗ് സെന്ററിലേക്ക് മാക്സിമം ആളുകളെ കണക്ട് ചെയ്യണം. കാരണം ഈ ഒരു കാര്യം അവർ ബോധ്യപ്പെടുത്തും. അവരെ നമ്മൾ ആത്മാർത്ഥത്തോടു കൂടി, അഭിമാനത്തോടു കൂടി നമ്മൾ ക്ഷണിക്കാൻ തയ്യാറാവും. സോ എല്ലാവരും ഒരിക്കൽ കൂടി, ഈ ഫാമിലിയാണ് നമ്മളുടെ ഫാമിലി. ഈ ഹെൽത്ത് വെൽത്ത് തരുന്ന ഫാമിലിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു കരിയറാണ്, നമ്മളൊരു കരിയറാണ്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന, ഇപ്പൊ നമുക്കറിയാവുന്ന രണ്ട് കാര്യമാണ്. ഒന്ന് ജോബ്, ഒന്ന് ബിസിനസ് ആണ്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വരുമാനം കിട്ടുന്നത്. ജോബിൽ ഒരിക്കലും വലിയൊരു ഡെവലപ്മെന്റ് സാധിക്കില്ല. കാരണം അതെന്താണ്? അത് സ്ഥിരമായ വരുമാനമാണ്, ഒരു സ്ഥിരമായ വരുമാനമാണ്. ഈ സ്ഥിരമായ വരുമാനത്തിൽ എത്ര വർഷക്കാലം പ്രവർത്തിച്ചാലും ജീവിതത്തിൽ വലിയൊരു പുരോഗതി ഉണ്ടാവാൻ കഴിയില്ല. ഒരു സംശയമില്ല കാര്യത്തില്, അത് റിയാലിറ്റിയായ കാര്യമാണ്. അത് സ്ഥിരമായ വരുമാനമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ജോബല്ല, നമുക്ക് വേണ്ടത് കരിയറാണ്. നമുക്ക് ഘട്ടമായിട്ട് വളരണം, ഘട്ടമായിട്ട് വരുമാനം കൂടണം, ഘട്ടമായിട്ട് അംഗീകാരങ്ങൾ വരണം. അങ്ങനെ നമ്മൾ ലൈഫിൽ എന്ത് ചെയ്യണം? ഏറ്റവും ഉന്നത ലെവലിലേക്ക് പോകണം, ടോപ്പിലേക്ക് പോകണം. അതിനെ സഹായിക്കുന്ന ഒരു കമ്പനിയാണ് MI Lifestyle. സ്ഥിര വരുമാനം ഘട്ടമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വളരാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൊ MI Lifestyle ഒരു കരിയറായിട്ട് കാണണം. ജോലിക്കാരുടെ ചിന്താഗതിയിലല്ല MI Lifestyle കടന്നു വരേണ്ടത്. ജോലിക്കാരുടെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെറിയ കാലയളവ് ചിന്താഗതിയാണ്. ഇന്നത്തെ ദിവസം, ഈ മാസത്തെ ദിവസം എന്നുള്ളതാണ് ജോലിക്കാരുടെ ചിന്താഗതി. പക്ഷെ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്ന ഒരാളുടെ ചിന്താഗതി എപ്പോഴും ഒരു 3 വർഷക്കാലം, 5 വർഷക്കാലം ദീർഘവീക്ഷണത്തോട് കൂടി വേണം അവർ എന്ത് ചെയ്യാൻ, ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മളൊരു കൃഷിയുമായിട്ട് MI Lifestyle കണക്ട് ചെയ്യുകയാണെങ്കിൽ, കൃഷിയുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ, ജോലി എന്ന് പറയുന്നത് തക്കാളി കൃഷി എന്ന പോലെയാണ്. തക്കാളി കൃഷി എന്ന് പറഞ്ഞാൽ തക്കാളിയുടെ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ 2-3 മാസം കൊണ്ട് തക്കാളിയാവും. പക്ഷെ വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും തക്കാളി വീണ്ടും വിത്തിടണം, എന്നാൽ മാത്രമേ തക്കാളി വരുള്ളൂ. പക്ഷെ ഒരു തെങ്ങിന്റെ തൈ നട്ട് കഴിഞ്ഞാൽ അത് വളരാൻ സമയമെടുക്കും. പക്ഷെ ഒരു തെങ്ങ് വളർന്ന് വലുതായാൽ മിനിമം 100 വർഷം എന്ത് കിട്ടും? ആ തെങ്ങിൽ നിന്ന് നമുക്ക് ആദായം കിട്ടുന്നതാണ്. അതാണ് ഡിഫറൻസ്. MI Lifestyle എന്ന് പറയുന്ന തക്കാളിയുള്ള നമ്മളുടെ കൃഷിയല്ല, ഇതൊരു തെങ്ങ് വെക്കലാണ്. എന്ന് പറഞ്ഞാൽ 2-3 വർഷക്കാലം മിനിമം ഈ ബിസിനസ്സിലെ ഒരു തെങ്ങ് വെക്കുന്ന മനോഭാവത്തോടു കൂടി. അപ്പൊ നമുക്ക് റിസൾട്ട് കുറവാണ്, പക്ഷെ അതിനുശേഷം വലിയൊരു ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയും ആദ്യം എടുക്കേണ്ട ഒരു ശക്തമായ, ഒരു ബോൾഡ്, ശക്തമായതും ബലമുള്ളതായുള്ള തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 3 മുതൽ 5 വർഷക്കാലം ഈ ബിസിനസ് ചെയ്യുമെന്നുള്ള ഒരു തീരുമാനമാണ് നമ്മൾ ആദ്യം ഈ ബിസിനസ് തുടങ്ങുന്നതിന് എടുക്കേണ്ടത്. കാരണം എന്നിട്ടാണ് വലിയ ഡെവലപ്മെന്റ് നമ്മളിലേക്ക് വരുന്നത്. എന്റെ ഒക്കെ ജീവിത
എക്സ്പീരിയൻസിലും ഈ ബിസിനസ് വിജയിച്ച എല്ലാവരും എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും ജീവിതത്തിൽ 2-3 വർഷത്തിന് ശേഷം വലിയ ഡെവലപ്മെന്റ്, അത്ഭുതകരമായ ഡെവലപ്മെന്റ് ഈ ബിസിനസ്സിലൂടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ ബിസിനസ് സ്വഭാവം അങ്ങനെയാണ്. ഇത് കരിയറാണ്, ഇതൊരു തെങ്ങാണ്, ഇതൊരു തക്കാളിയായിട്ടുള്ള ബിസിനസ് അല്ല. കുറച്ചു കാലത്തേക്ക്, കുറെ കാലത്തേക്കാണ്. പിന്നെ നമ്മുടെ ജനറേഷൻ അടക്കം ചെയ്യാൻ പറ്റുന്ന വലിയൊരു ബിസിനസ് ആണ്. നോക്കൂ, ഇതൊരു കരിയറാണെന്ന് പറയുന്നതിന് കാരണം നോക്കൂ, ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വരുമാനങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ കമ്പനി വെബ്സൈറ്റിലുള്ള ഇൻകം ആണ് പറയുന്നത്. നമുക്ക് ആദ്യത്തെ പ്രോഫിറ്റ് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്, ഡെയിലി കിട്ടുന്ന വരുമാനമാണ്. ഈ ഡെയിലി വരുമാനം വാങ്ങിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ വരുമാനം സെയിൽസ് ടേൺ ഓവർ ബോണസ്, വീക്കിലി വരുമാനം വാങ്ങാം. ഈ വീക്കിലി വരുമാനം വാങ്ങിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് റാങ്ക് ഇൻകം വാങ്ങാം, മാസ വരുമാനമാണ്. അതേ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓവർ റൈഡിംഗ് ബോണസ് ഉണ്ട്. ഇതേ കാര്യത്തിന് നമുക്ക് പെർഫോമൻസ് ബോണസ് ഉണ്ട്. അതേ കാര്യത്തിന് നമുക്ക് സ്റ്റാർ പെർഫോമൻസ് ബോണസ് ഉണ്ട്. ഇതിനൊക്കെ ചെയ്യേണ്ട പ്രവർത്തനം ഒന്നാണ്. പക്ഷെ 6 വരുമാനങ്ങൾ നമ്മളിലേക്ക് വരികയാണ്. 6 വരുമാനങ്ങൾ വരികയാണ്. നിങ്ങൾ നോക്കുക, 7ാമത്തെ വരുമാനം ലോയൽറ്റി ബോണസ്. DTC കഴിഞ്ഞ ലോയൽറ്റി ബോണസ് വരും, റോയൽറ്റി ഇൻകം ഉണ്ട്, NTC ബോണസ് ഉണ്ട്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഉണ്ട്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ജോയിൻ ചെയ്ത് 22 ആഴ്ചക്കുള്ളിൽ DTC ആയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കമ്പനി 50 ഗ്രാമിന്റെ സിൽവർ കോയിൻ കൊടുക്കുന്നുണ്ട്. അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ആണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ജോയിൻ ചെയ്ത് 35 ആഴ്ചക്കുള്ളിൽ സോണൽ ടീം കോർഡിനേറ്റർ ആയി കഴിഞ്ഞാൽ 1 ഗ്രാം ഗോൾഡ് കോയിൻ കൊടുക്കുന്നു. അത് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഇങ്ങനെ നമുക്ക് ലാപ്ടോപ്പ് ഫണ്ടിന് ടൂർ ഉണ്ട്, അങ്ങനെയുള്ള അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് കൊടുക്കുന്നുണ്ട്. ടീം ഡെവലപ്മെന്റ് ഫണ്ട് 11ാമത്തെ എന്താണ്, ടീം ഡെവലപ്മെന്റ് ഫണ്ടാണ്. സോണൽ ടീം കോർഡിനേറ്റർ റാങ്ക് ആയ എല്ലാ വ്യക്തികൾക്കും വർഷത്തിൽ ആനുവൽ ബോണസ് ഉണ്ട്. അത് 35% ബോണസ്, 35%. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും നെക്സ്റ്റ് വലിയൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുന്നിലേക്കാണ് ഗോൾ സോണൽ ടീം കോർഡിനേറ്റർ ആണ്. കാരണം സോണൽ ടീം കോർഡിനേറ്റർ റാങ്ക് മുതൽ നിങ്ങൾക്ക് ആനുവൽ ബോണസിനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആനുവൽ ബോണസ് കിട്ടും. സോണൽ ടീം കോർഡിനേറ്റർ പറഞ്ഞാൽ 15 ലക്ഷം ബി 1 ഇതൊരു കരിയർ ആണെന്ന് ഞാൻ പറയുന്നത്. 12ാമതാണ് MI ലൈഫ് ലൈൻ. ഇത് കമ്പനി കഴിഞ്ഞ NTC മീറ്റിംഗിൽ അനൗൺസ് ചെയ്തൊരു ബെനിഫിറ്റ് ആണ്, MI ലൈഫ് ലൈൻ. എന്താണ് MI ലൈഫ് ലൈൻ? 12ാമത്തെ ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ZDC റാങ്കിലുള്ള ഒരു വ്യക്തി, ZDC റാങ്കിലെ മുകളിലുള്ള ഒരു വ്യക്തി, MI ലൈഫ് സ്റ്റൈലിൽ പ്രവർത്തിക്കുന്ന ZDC റാങ്കിന് മുകളിൽ വ്യക്തി ഏതെങ്കിലും കാരണവശാൽ, അവർക്ക് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, ഏതെങ്കിലും കാരണവശാൽ അപകട മരണമോ നടന്നാൽ കമ്പനി അവർക്ക് 1 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് അയച്ചോളൂ. 1 ലക്ഷം രൂപ. ഏത് മരണമാണെങ്കിലും. ഇൻഷുറൻസ് വേറെ, ഇൻഷുറൻസ് അല്ല, ഇൻഷുറൻസ് ആയിട്ട് പണിയില്ല. ഇത് കമ്പനിയുടെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ ഒരു കെയർ ആണ്. ZDC അബോ ആളുകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ആക്സിഡന്റ് മരണപ്പെട്ടു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കമ്പനി എന്ത് ചെയ്യണം? ഓൾ ഓവർ ഇന്ത്യയിലുള്ള എത്രയോ ZDCകളുണ്ട്, 10,000-കണക്കിന് ZDCകളുണ്ടല്ലോ. എന്തെങ്കിലും സംഭവിച്ച് കമ്പനി കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുന്ന കമ്പനികളൊന്നുമില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പക്ഷെ മിനിമം ഒരു കണ്ടീഷൻ പറഞ്ഞാൽ നിങ്ങൾ TDF, ടീം ഡെവലപ്മെന്റ് ഫണ്ട് ഉണ്ടായിരിക്കണം. തൊട്ട് മുന്നത്തെ ആഴ്ചയോ ആ മാസത്തിലോ ടീം ഡെവലപ്പ് നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് കണ്ടീഷൻ. എന്ന് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏകദേശം 12ഓളം വരുമാനങ്ങളും ഈ കമ്പനി ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്നുണ്ട്. ഒരു കരിയർ ആണ്. ഒരു 3 മുതൽ 5 വർഷക്കാലം സ്ഥിരമായി ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ വരുമാനങ്ങളും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്തിന് MI ലൈഫ് സ്റ്റൈൽ ചെയ്യണം എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു പ്രൂഫാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുന്നത്. നമ്മൾ എവിടെയായാലും അധ്വാനിക്കണം. MI ലൈഫ് സ്റ്റൈൽ കരിയറിലെ ഒരു ബിസിനസ്സുകാരന്റെ ചിന്താഗതിയിൽ ഒരു 3 മുതൽ 5 വർഷക്കാലം നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നേടിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട ജീവിതമല്ല നമ്മൾ നയിക്കുന്നത്. നമ്മൾ കിട്ടുന്ന സാലറി കൊണ്ട്, കിട്ടുന്ന വരുമാനം കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ് എല്ലാ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിയാലിറ്റിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നമ്മൾ ഇതുവരെ ജീവിച്ചിട്ടില്ല. നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട ജീവിതം ഇന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. നമ്മൾ മരിക്കുന്നതിന് മുന്നേ അങ്ങനെ ജീവിക്കണ്ടേ? അപ്പൊ അതിന് പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു കമ്പനിയിൽ ഭാഗമാകാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. പിന്നെ എന്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാവുന്ന ലൈഫ് സ്റ്റൈലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതിന് പറ്റുന്ന സാഹചര്യമാണ് MI ലൈഫ് സ്റ്റൈൽ. ഓരോ വ്യക്തികൾക്കും നേടാൻ കഴിയുന്ന ഒരു അവസരമാണ്. ഈ 12 വരുമാനങ്ങൾ നമുക്കുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എല്ലാവർക്കും കിട്ടും, ഘട്ടമായി കിട്ടും. നിങ്ങൾ അതിന് വേണ്ടി എഫർട്ട് തയ്യാറാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീഡം മിച്ച്. നിങ്ങളെ ഈ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ ടീം എന്ന് പറയുന്ന ഒരു ടീം നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ട്. ടീം വൈബ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ടീം നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ട്.
ഏതൊരു ജോലിയിലാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്താലാണ് വരുമാനം കിട്ടുക, ആരും സഹായിക്കാനുണ്ടാവില്ല. പക്ഷെ ഈ മേഖലയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ എഫേർട്ടും ടീം സപ്പോർട്ടും ആവുമ്പോൾ വേഗതയിൽ വിജയിക്കാൻ കഴിയുന്നതാണ്. കുറച്ചുകൂടി വേഗതയിൽ വിജയിക്കാൻ കഴിയും. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളെ സഹായിക്കുന്ന ഒരു ടീമാണ് ടീം വൈബ് ഇന്റർനാഷണൽ. വ്യക്തമായ കാഴ്ചപ്പാടുള്ള, വ്യക്തമായ പദ്ധതികളുള്ള ഒരു ടീമാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ പോകണം എന്ന് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും എല്ലാ പാർട്സിലും നമ്മൾ എത്തുന്നുണ്ട്. എല്ലാ താഴത്തുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്ത് വരെ നമ്മളെന്നുണ്ട്, നമ്മൾ ടീം എത്തുന്നുണ്ട്. അങ്ങനെ വളരെ ഡെഡിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സക്സസ് എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. വിജയം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. വിജയം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. വിജയം ഒരിക്കൽ ഒരു ദിവസം ആകസ്മികമായി നമ്മളെ ജീവിതത്തിൽ വന്നു ചേരില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ചിന്താഗതിയാണ്. വിജയം ഒന്നും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ആരും അറിയാതെ കടന്നു വരുമെന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. വിജയം എന്ന് പറയുന്നത് അത് തയ്യാറെടുപ്പ് നടത്തുന്നവർക്ക് മാത്രമാണ് വിജയം എന്നുള്ളത് അവകാശപ്പെട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് വിജയം എന്ന് പറയുന്നത് നമുക്കൊരു യാത്രയാണ്, ഒരു ജേണിയാണ്, ഒരു യാത്രയാണ്. ആ യാത്രയ്ക്ക് നമ്മൾ പ്രിപ്പയർ ആവണം. ആ യാത്രയിൽ ഒരുപാട് സ്റ്റോപ്പുകൾ ഉണ്ടായിരിക്കും. ആ യാത്രയിൽ ഒരുപാട് സ്റ്റോപ്പുകൾ ഉണ്ടായിരിക്കും. ആ സ്റ്റോപ്പുകളിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകണം. അവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകണം. അങ്ങനെ അവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകുന്ന സമയത്ത് ആ യാത്രയിലെ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ നിങ്ങൾ വിജയിയായിട്ട് മാറുന്നതാണ്. ഏത് സ്റ്റോപ്പാണ് നമുക്കറിയില്ല, ഏത് സ്റ്റോപ്പാണെന്ന് അറിയില്ല. അപ്പൊ ഓരോ സ്റ്റോപ്പും എന്റെ വിജയത്തിന്റെ സ്റ്റോപ്പാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി വളരെ ഡെഡിക്കേഷനായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളും പഠിപ്പിക്കുന്നത് ഓരോ സ്റ്റോപ്പുകളാണ് സക്സസ്. നമ്മൾ ഓരോ പ്രോഗ്രാമുകളും ഓരോ സ്റ്റോപ്പുകളായിട്ട് കാണണം. ഓരോ പ്രോഗ്രാമുകളും ഓരോ സ്റ്റോപ്പുകളാണ്. ആ പ്രോഗ്രാമിൽ ഏറ്റവും മികച്ചതാവുക എന്നുള്ളതാണ്. അവിടെ നിന്ന് അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് പോകും, അതിൽ മികച്ചതാവുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മളെ ഈ ജേണിയിൽ, ഈ യാത്രയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ റിയലി വിജയിച്ച ഒരാളായി നിങ്ങൾ എന്ത് ചെയ്യും, മാറുമെന്നുള്ളതാണ്. അപ്പൊ അന്ന് മാറുന്നത് ഒരു ദിവസം കൊണ്ട് മാറിയതല്ല, പല സ്റ്റോപ്പുകളുടെയും നിങ്ങളുടെ കഠിന പ്രയത്നത്തിന്റെ റിസൾട്ടാണ് ഒരു ദിവസം റിയലി വിജയിച്ച ഒരാളായി ബഹുമാനത്തോടു കൂടി എന്നോട് ഇഷ്ടമുള്ള ദിവസം. അങ്ങനത്തെ ദിവസമുണ്ടല്ലോ, എനിക്ക് എന്നോടുള്ള ഇഷ്ടമുള്ള ഒരു ദിവസം ഉണ്ടാവും. അത് നമ്മൾ വിജയിക്കുന്ന ഒരു ദിവസമാണ്. എനിക്ക് എന്നോടൊരു ഇഷ്ടം ഉണ്ടാവണമെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായി വിജയിച്ച ഒരാളായിരിക്കണം. എന്നാലേ എന്നോട് എനിക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ നിങ്ങൾ ചോദിച്ചു നോക്കൂ. എനിക്ക് എന്നോട് ഇഷ്ടമുണ്ടാവണമെങ്കിൽ മറ്റുള്ളവർക്ക് പറ്റാത്തൊരു കാര്യം വിജയിച്ച് ഒരു സ്റ്റേജിൽ കയറി നിൽക്കുന്ന സമയത്ത്, ഒരു ബഹുമാനത്തിന് അർഹരായി നിൽക്കുന്ന സമയത്ത്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാവും. ദാറ്റ് ഈസ് ദ റിയൽ സക്സസ് ഇൻ യുവർ ലൈഫ്. ആ സക്സസിന് വേണ്ടി, ആ സക്സസ് ആണ് നമുക്ക് ആവശ്യം. അതിന് MI ലൈഫ് സ്റ്റൈലിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ സ്റ്റോപ്പുകളാണ്, ഓരോ സ്റ്റോപ്പുകൾ. നമുക്ക് ഒരുപാട് യാത്ര മുന്നോട്ട് പോകാനായിട്ടുണ്ട്. നിങ്ങൾ ധൈര്യസമേതം ഈ വാഹനത്തിൽ സഞ്ചരിക്കൂ. നമുക്ക് സ്റ്റോപ്പുകളുണ്ട്. ആ സ്റ്റോപ്പുകൾക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കൂ. അതിനുശേഷം ഏതെങ്കിലും സ്റ്റോപ്പിൽ 100% നിങ്ങൾക്ക് ആവശ്യപ്പെട്ട നിങ്ങൾ ഒരു വിജയമായിട്ട് മാറുന്നതാണ്. ഇപ്പോൾ നമ്മളുള്ള സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രീഡം മീറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം തന്നെ ഫ്രീഡം എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സ്വാതന്ത്ര്യ ദിനം നടക്കുന്ന ഓഗസ്റ്റ് 15-ാം തീയതിയാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനവും, ഓഗസ്റ്റ് 13-ാം തീയതിയാണ് നമ്മളുടെ കമ്പനി ജനിച്ച ദിവസവും. രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. ഈ കമ്പനി ജനിക്കുന്നതിന് പിറകിലും ഒരു കാര്യമുണ്ട്. ജനങ്ങളുടെ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ആ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് MI ലൈഫ് ഉദ്ദേശം. നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 15-ാം തീയതിയുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാമ്പത്തിക സ്വാതന്ത്ര്യമല്ല. നമുക്ക് യാത്ര ചെയ്യാനും നമുക്ക് സംസാരിക്കാനും അങ്ങനെ നമുക്ക് ഒരു ഫ്രീഡം ഉണ്ട്. പക്ഷെ അത് സാമ്പത്തിക സ്വാതന്ത്ര്യമല്ല. പക്ഷെ ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ച MI ലൈഫ് കമ്പനിയുടെ ഉദ്ദേശം ഇന്ത്യയിൽ ലക്ഷക്കണക്കിനാകുന്ന വ്യക്തികളെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ കമ്പനിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഏറ്റെടുത്തുകൊണ്ടാണ് ടീം വൈബ് ഇന്റർനാഷണൽ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളെ ഗ്രൂപ്പിൽ വരുന്ന ആളുകളെ സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ആ പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത്. ഒരു വർഷക്കാലം നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഊർജ്ജം തരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്, നമ്മളോട് സംസാരിക്കുന്നത്, സാമ്പത്തിക സ്വാതന്ത്ര്യ ആവശ്യങ്ങൾ സംസാരിക്കുന്നത്, ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം റിയൽ ആയിട്ടുള്ള ജീവിതത്തിൽ നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 9-10 വർഷം കൊണ്ട് ഏകദേശം 3 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇന്ന് ലൈഫിൽ എല്ലാ
ആഗ്രഹങ്ങളും നേടിക്കൊണ്ടു പോകുന്ന വ്യക്തിയാണ്. അത് MI ലൈഫ് സ്റ്റൈലിലൂടെ. ആ വ്യക്തിയാണ് നമ്മളോട് എങ്ങനെയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യങ്ങൾ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ IT ലീഡർ ശൈലേഷ് ബാലൻ സാർ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന അദ്ദേഹമാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ്. ഒപ്പം തന്നെ നമ്മൾ എല്ലാ ലീഡേഴ്സും, ഞാൻ ഉൾപ്പെടെ, RTs ഉൾപ്പെടെ, STs ഉൾപ്പെടെ, എല്ലാ DTs ഉൾപ്പെടെ എല്ലാ ലീഡേഴ്സും ആ പ്രോഗ്രാമിൽ നിന്നുണ്ട്, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ഓഗസ്റ്റ് 17-ാം തീയതിയാണ് പ്രോഗ്രാം. കുന്നംകുളത്ത് വെച്ചിട്ടാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. ലിവാ ടവർ എന്ന് പറയുന്ന വലിയ ഒരു ഓഡിറ്റോറിയത്തിലാണ്, ന്യൂ ലിവാ ടവർ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രോഗ്രാം നടക്കുന്നത്. അവിടെ മനോഹരമായ ഒരു ഹാൾ വേണ്ടി നമുക്ക്, പുതിയ ഹാളാണ്. ആ പുതിയ ഹാളിൽ നമ്മളാണ് ആദ്യത്തെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ ആ ഹാള് വളരെ പാക്ഡ് ആണ്, വളരെ മോട്ടിവേഷണൽ ഒരു ഹാളാണത്. ആ ഹാളിൽ 150-ൽ കൂടുതൽ ആളുകളെ ആ പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുപ്പിക്കാനായിട്ട് കഴിയണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഉറക്കണം. ഇവിടെ ഞാനോ നിങ്ങളോ വ്യത്യസ്തമായ ആളുകളല്ല. ഞാനും നിങ്ങളും ഒരു ഇന്ത്യ ടീമിന് വേണ്ടി കളിക്കുന്ന ആളുകളാണ്. ഇങ്ങനെ ഫീലിംഗിൽ വേണം നമ്മൾ കളിക്കാൻ. നമ്മൾ ഇന്ത്യ ടീമിൽ കളിക്കുന്ന സമയത്ത് നമ്മൾ കളിച്ച് വിജയിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും അതിലെന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷം കണ്ടെത്തുന്നുണ്ട്. വിജയിക്കുമ്പോൾ എല്ലാവരും ആഹ്ലാദിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രൂപ്പ് പറഞ്ഞാൽ എല്ലാവരും ഒരേ മൈൻഡ് സെറ്റിലൂടെ നമ്മൾ ഒരുമിച്ച് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിജയിക്കുന്നതിലൂടെ മറ്റു പല ആളുകളും വിജയിക്കാൻ ഇതൊരു കാരണമാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ എന്ന വ്യക്തി, നിങ്ങളെന്ന വ്യക്തി ഒരു പ്രചോദിപ്പിക്കുന്ന ആളുകളാണ്. കാരണം നിങ്ങൾ ഒരു യഥാർത്ഥ വിജയം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മിനിമം 10-ൽ നിന്ന് 100 ആളുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രചോദനം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളിൽ പാസ്സാവുന്നതാണ്. സമൂഹത്തിന് ആ ചേച്ചി വിജയിച്ചു, അത് എനിക്കും വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ ആ ചേട്ടൻ വിജയിച്ചു, ഇദ്ദേഹം വിജയിച്ചു, എനിക്കും വിജയിക്കാൻ പറ്റും, ഇങ്ങനെ ഒരുപാട് ആളുകൾ പ്രചോദിപ്പിക്കാൻ നമ്മളൊരു വിജയം വിജയം കാരണമാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഫാമിലി, നമ്മൾ ഓരോ ആളുകളും വിജയിക്കുന്നത് 10-100 പേരെ വിജയിപ്പിക്കാൻ കാരണമാവും. സോ അതൊരു ടീമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടീം സ്പിരിറ്റോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മളിത് ഏറ്റെടുക്കണം. ഇപ്പൊ ഈ സൂം മീറ്റിൽ പങ്കെടുത്ത ആളുകൾ, ഈ സൂം മീറ്റിൽ പങ്കെടുക്കാത്ത ഒരുപാട് ആളുകൾ നമുക്ക് പുറത്തു നിൽക്കുന്നുണ്ട്. 65-70 പേരാണ് പങ്കെടുത്തതെങ്കിൽ ഇത്രയും ആളുകൾ തന്നെ ഇനിയും നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്തുകൊണ്ട് 150 പേരുടെ പ്രോഗ്രാം ആയിട്ട് നടത്തണം. നമ്മളുടെ ഒരു ഡ്രീം ആണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. നമ്മൾ തൃശ്ശൂർ പാലക്കാടിലൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ലീഡേഴ്സ് എല്ലാം തന്നെ കോഴിക്കോടാണ്. അവിടെയാണ് പ്രോഗ്രാമുകൾ ഭൂരിഭാഗം നടന്നിട്ടുള്ളത്. വലിയ വലിയ ക്രൗഡ് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കോഴിക്കോടേക്ക് ആളുകളെ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അവിടെ പോയി തിരിച്ചു വരാനും വൈകുന്നേരം ബസ്സിൽ കയറി വീട്ടിലെത്താനും ഒരുപാട് സമയം നമുക്ക് കഷ്ടപ്പാടാൻ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇവിടെ ഇത്രയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രോഗ്രാം വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവിടേക്ക് പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട്. തുടക്കത്തിൽ ഒരുപാട് ലീഡേഴ്സ് പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നാണ് നമ്മൾ ശക്തമായ ഒരു തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ ആളുകൾ ഇവിടെ സൃഷ്ടിക്കും, ലീഡേഴ്സ് ഇവിടെ വരും. നമ്മളെ പരിസര പ്രദേശത്ത് നമ്മൾ എന്ത് ചെയ്യും, 100 കണക്കിന് ആളുകൾ സൃഷ്ടിക്കും, നാളെ 1000-കണക്കിന് ആളുകൾ സൃഷ്ടിക്കും. അതിന് വലിയ വലിയ പ്രോഗ്രാമുകൾ നമ്മൾ ഹോസ്റ്റ് ആവും, നമ്മൾ ഇവിടെ നടത്തും. ആ ഒരു തീരുമാനത്തിന്റെ ആദ്യത്തെ ഒരു അച്ചീവ്മെന്റ് ആണ് ഈ വരാൻ പോകുന്ന പ്രോഗ്രാം. ഒരു ട്രെയിനിങ്ങിന് വേണ്ടി, ഒരു പ്രോഗ്രാമിന് വേണ്ടി 100 കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആദ്യത്തെ പ്രോഗ്രാം ആയിരിക്കും. നമ്മൾ സെമിനാർ അല്ല ഇത്, ഇതൊരു ട്രെയിനിങ് പോലത്തെ ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് ആണ്. നമ്മൾ പുതിയ ആളുകളെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല, നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനത്തെ 100-ൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ആദ്യത്തെ പ്രോഗ്രാം ആയിരിക്കും. അത് നമ്മൾ മറ്റൊരു ചരിത്രമായിരിക്കും. അപ്പൊ ഈ ഒരു പ്രോഗ്രാം വൻ വിജയമാക്കി മാറ്റാൻ എല്ലാവരും ശക്തമായിട്ട് എന്ത് ചെയ്യണം, തീരുമാനിക്കണം. പല വിജയങ്ങളും ഉണ്ടായിട്ടുള്ളത് ഒറ്റയ്ക്കുള്ള പ്രവർത്തനം കൊണ്ടല്ല. ഇന്ന് ലോകത്തുള്ള എല്ലാ വിപ്ലവങ്ങളും നിങ്ങൾ പഠിച്ചോളൂ, അത് സംഘടിതമായിട്ടാണ് വിപ്ലവങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച വിപ്ലവമാണ്. നമ്മള് ഗ്രൂപ്പിൽ ഒട്ടനവധി ആളുകളെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ പറ്റുന്ന വിപ്ലവമാണ്. അപ്പൊ അതിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാലാണ് അത് വിപ്ലവം സാധ്യമുള്ളൂ. ഒറ്റയ്ക്ക് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല, നേടിയെടുക്കാൻ കഴിയില്ല. അവിടെ എല്ലാവരും അതിനെന്ത് ചെയ്യണം, വിശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. 150 പേര് ആ കൗണ്ട് നമ്മളവിടെ എത്തണം. ആ പ്രോഗ്രാമിൽ നമ്മുടെ സ്പെഷ്യൽ റെക്കഗ്നൈസേഷൻ ഉണ്ട്. അവിടെ നമ്മളൊരു ഏറ്റവും പ്രധാനപ്പെട്ട റെക്കഗ്നൈസേഷൻ ആണ് ഫ്രീഡം മീറ്റ് ഫൈറ്റർ റെക്കഗ്നൈസേഷൻ അവിടെയുണ്ട്. എന്തിനാണ് നമ്മൾ ഈ ടാർഗറ്റ് വെക്കുന്നത്? നമുക്ക് വേണ്ടത് വിന്നിങ് ഹാബിറ്റ് ആണ്. വിൻ ആവുന്ന ആ വ്യക്തികളുടെ ശീലം നമ്മളിലേക്ക് വരണം. ആ ശീലം നമ്മളിലേക്ക് വന്നാൽ വിജയിച്ചു. ഫെയിലിയറുടെ ശീലമല്ല നമുക്ക് വേണ്ടത്, പരാജയപ്പെട്ട ആളുകളുടെ ശീലമല്ല നമുക്ക് വേണ്ടത്. നമ്മൾ വിജയിച്ച ആളുകളുടെ ശീലമാണ് നമ്മളിലേക്ക് വരേണ്ടത്. വിജയത്തിന്റെ ശീലമാണ്. ആ ശീലം വരണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ശീലം വരുന്നത്? നമുക്ക് തരുന്ന ടാർഗറ്റുകൾ വിജയിക്കുമ്പോഴാണ് ആ ശീലം നമ്മളിലേക്ക് വരുന്നത്. വിന്നിങ് ഈസ് എ ഹാബിറ്റ് എന്നാണ് പറയുന്നത്. ഈ ശീലം വരണം. ഇതെന്തിനാ ഈ ടാർഗറ്റ്? ഇനിയും സമയമുണ്ടല്ലോ. ഒരിക്കലും ആ വ്യക്തി വലിയ വിജയം നേടിയിരിക്കില്ല, ഒരു സംശയവുമില്ല.
ആ ഹാബിറ്റിന് വേണ്ടി ഇനിയും ഉണ്ടല്ലോ സമയം, ഇനിയും എത്ര സമയമുണ്ടല്ലോ, എന്തിനാണ് ഈ ടാർഗറ്റ് ഇങ്ങനെ ചെയ്യുന്നത്? ഈ ഒരു ചിന്താഗതിയുള്ള വ്യക്തി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ വിജയം ആ വ്യക്തിയിലേക്ക് വരില്ല. ആ ഹാബിറ്റ് വന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിജയിക്കുന്ന ആളുകൾ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു, വിജയിച്ച ആളുകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പരാജയപ്പെട്ട ആളുകൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരാജയപ്പെട്ട ആൾക്ക് വിജയത്തിന്റെ ഹാബിറ്റ് വന്നിട്ടില്ല. ആ ഹാബിറ്റാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാജയപ്പെടാൻ തോന്നില്ല. റിയാലിറ്റിയാണ്, പരാജയപ്പെടാൻ തോന്നില്ല. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടും. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മളെന്ന വ്യക്തിയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, നമുക്കാണ് പുരോഗതി ഉണ്ടാവേണ്ടത്. അപ്പൊ ഇതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഈ ടാർഗറ്റ് എല്ലാം. അങ്ങനെ ആ ഒരു എന്റെ ഡെവലപ്മെന്റിനാണെന്ന് മനസ്സിലാക്കി ഇതിനു വേണ്ടി മാക്സിമം എന്ത് ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഫൈറ്റർ. ഈ ഫൈറ്റർ എന്ന് പറഞ്ഞ ആളുകൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ശരിക്കും ഫൈറ്റർ ആയിട്ട് തന്നെയാണ് റെക്കഗ്നൈസേഷൻ ചെയ്യുന്നത്. ആരൊക്കെയാണ് അവിടെ ഫൈറ്റർ ആയിട്ട് വരുന്നത്, അവർ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ വിജയിച്ച ആളെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവരെ നമ്മൾ ആദരിക്കും. ഒരു ഫൈറ്ററിന്റെ സ്റ്റേജിൽ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർക്ക് എന്ത് ചെയ്യും, ഒരു വാള് കൊടുക്കുന്നുണ്ട്. ഒരു വാളും കൊടുക്കും, തലയിൽ തൊപ്പിയും വെക്കും. ശരിക്കും ഒരു ഫൈറ്റർ ആയിട്ട് എന്ത് ചെയ്യും, അവരവിടെ ഉണ്ടാവും. അപ്പോ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ നമ്മൾ അത് കണ്ടതാണ്. നിങ്ങൾ പല ആളുകളും ഫോട്ടോ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ജിഷ മേഡം ഫൈറ്റർ ആയിരുന്നു, ലളിതാ മേഡം ഫൈറ്റർ ആയിരുന്നു. ലളിതാ മേഡം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഓൺ ചെയ്യണം. ലളിതാ മേഡം ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അല്ലെ സഹോദരി മേഡം? ആ ഫൈറ്ററിന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയണം. അത് അത്രയും റെക്കഗ്നൈസേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നതായിരിക്കുക. അതൊക്കെ നമ്മൾക്കൊരു ഫോട്ടോ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമരത്തിലാണ് പങ്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ടീം വൈബ് ഇന്റർനാഷണലിന്റെ സ്വാതന്ത്ര്യ സമരത്തിലാണ് പങ്കെടുത്തത് പറയണം. അങ്ങനെ ഒരു റെക്കഗ്നൈസേഷൻ ആണ് അവിടെയുള്ളത്. അത് നിങ്ങൾക്ക് 100% എക്സൈറ്റഡ് ആയ റെക്കഗ്നൈസേഷൻ ആയിരിക്കും. അതെല്ലാവരും ഏറ്റുവാങ്ങണം. ഫൈറ്ററിന്റെ ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ആണ്. സോ റിക്രൂട്ട്മെന്റില് ഇതെല്ലാം ഉണ്ടാവും. ഒപ്പം തന്നെ റിക്രൂട്ട്മെന്റ് ചലഞ്ച് ആയവർക്ക് തൊപ്പിയും വാളൊക്കെ ഉണ്ടാവും. ഒപ്പം തന്നെ ഒരു സർട്ടിഫിക്കറ്റും തരും. റിക്രൂട്ട്മെന്റ് ചലഞ്ചറിൽ 4 റിക്രൂട്ട്മെന്റ് 4 നിങ്ങൾ മുഖാന്തരം മിനിമം 4 വ്യക്തികൾ മിനിമം. നമ്മൾ ഐഡിയ ആക്ടിവേഷൻ 5000 ആണല്ലോ. ഈ സമയത്തിനുള്ളിൽ കഴിഞ്ഞ ആഴ്ചത്തെ ബിസിനസ് കൂടി കാൽക്കുലേറ്റ് ചെയ്യും. നമ്മുടെ വീക്ക് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തത് 625 വീക്ക് മുതൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് 626 വീക്കാണ്. അവിടെ മുതൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ടീമിന്റെ ബിസിനസ് അല്ല. ഏത് റാങ്കിലുള്ള ആൾക്കും ഫൈറ്റർ ആവാം, എനി റാങ്ക്. പക്ഷെ 4 റിക്രൂട്ട്മെന്റ് മിനിമം ചെയ്യണം. അപ്പൊ അവർക്ക് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, വാളും എല്ലാ സംഭവം ഉണ്ട്. അതിനൊപ്പം തന്നെ സർട്ടിഫിക്കറ്റും കൊടുക്കും. 4 റിക്രൂട്ട്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് 5000 രൂപയാണ്. G75 ന്യൂ സ്റ്റാറിൽ 5000 ആണ്. പക്ഷെ ഈ സമയം കൊണ്ട് നേരത്തെ പറഞ്ഞ ലീഡേഴ്സും പറഞ്ഞു ഈ ആഴ്ച 1000 അടിച്ചു, അടുത്ത ആഴ്ച 1000 അടിച്ചു, അങ്ങനെ അടുപ്പിച്ചാലും 5000 ആക്കിയാൽ മതി. മീൻസ് ആ ഐഡിയയിൽ എന്താ 5000 വരണം. 5000 വന്നാലാണ് അവർ ഐഡിയ ആക്ടിവേഷൻ ആയിട്ട് കണക്കാക്കുള്ളൂ. കമ്പനി ആണെങ്കിൽ നമ്മളാണെങ്കിൽ. ക്ലിയർ? അപ്പൊ നമ്മൾ ഓരോ വ്യക്തികൾ വിട്ടിരിക്കുന്ന എന്നെ കേട്ടുപിടിക്കുന്ന ഓരോ വ്യക്തികളുടെ ചലഞ്ചാണ് 4 ID ഡയറക്റ്റ് ഈ ബിസിനസ് അവസരം പറഞ്ഞു കൊടുത്തുകൊണ്ട്. നമ്മുടെ ഫാമിലി എന്താണ്, ആരോഗ്യം, വരുമാനം. ഈ ഫാമിലിയിലേക്ക് നിങ്ങൾ ആളുകളെ കൊണ്ടുവരണം. ഒരു നെഗറ്റീവും ഇല്ല. നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ അയൽവാസികളെ എല്ലാവരോടും ഈ കാര്യം പറയണം. ആരോഗ്യം, ആദായം കിട്ടുന്ന ഒരു കൂട്ടായ്മയിലേക്കാണ് ഞാൻ നിങ്ങൾ വിളിക്കുന്നത് എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ അവർ ഡിസ്ട്രിബ്യൂട്ടർ ആക്കും. അവർ ഏറ്റെടുക്കുക. ആ 4 പേരെയും കൂടി നിങ്ങൾ പ്രോഗ്രാമിൽ വരും. അവർ ഏറ്റെടുത്ത് ഈ ബിസിനസ് ഏറ്റെടുത്ത് പ്രവർത്തിക്കും. അവിടെ നിങ്ങൾ ഡെവലപ്പ് ആവും. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ പ്രവർത്തിക്കുക. 6 ID വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രോഫി, ഫൈറ്ററിന്റെ ഒരു ട്രോഫി ഉണ്ട്. വാളും തൊപ്പിയൊക്കെ ഉണ്ട്, ഒപ്പം തന്നെ ട്രോഫി ഉണ്ട്. ട്രോഫി 6 ID. അതാണ് നമ്മളെ ഹൈലൈറ്റ് ഓഫ് ദി പ്രോഗ്രാം. ഈ ആ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ 6 ID ആണ്. 6 ID. അപ്പൊ ആദ്യം ആര് ഫൈറ്റർ ആവുന്നതാണ് ഇപ്പൊ ചോദിച്ചത്. ആൾക്കാരാവും ആരാണ് റിക്രൂട്ട്മെന്റ് ഫൈറ്റർ ആവാന്നുള്ളതാണ്. ഏത് ടീമിൽ നിന്നാണ് റിക്രൂട്ട്മെന്റ് ഫൈറ്റർ ആവുക? ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് നിൽക്കുന്നത്. ശക്തമായ മത്സരബുദ്ധിയോടെയാണ് എല്ലാ ടീമുകളും പ്രവർത്തിക്കുന്നത്. അങ്ങനെ വേണം പ്രവർത്തിക്കാനും കൂടിയാണ്. ഓക്കെ, അത് കൊല്ലത്തു നിന്നാണോ, തൃശ്ശൂർ നിന്നാണോ, പാലക്കാട് നിന്നാണോ? കൊല്ലം കൂടി നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കൊല്ലത്തൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരും കൂടി ഫാമിലിക്ക് വെൽക്കം ചെയ്യാണ്. നമ്മൾ തൃശ്ശൂർ, പാലക്കാട്, കൊല്ലം കൂടി ആഡ് ചെയ്യും. അവിടെ കൊല്ലത്ത് DTC വന്നു കഴിഞ്ഞാൽ അവരും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ നമ്മൾ കൊല്ലത്ത് നമ്മൾ ടീം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആർക്കെയും കൂടി അവിടെയും ഡെവലപ്പ് ചെയ്യാം.
ഓക്കെ, നമ്മുടെ ടീമിലോടത്തൊക്കെ നിങ്ങൾക്ക് ടീം ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഫൈൻ. സോ ഇതാണ് നമ്മളുടെ 6 വിന്നാവുന്നതാണ് 6 റിക്രൂട്ട്മെന്റ്. സോ നെക്സ്റ്റ് ഫൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് റിക്രൂട്ട്മെന്റ് ആണ്. ഇത് ഞാൻ പറഞ്ഞു വന്നത് ബിസിനസ് വോളിയം മാച്ചിങ് ആണ്. ബിസിനസ് വോളിയം മാച്ചിങ് ഡിസ്ട്രിബ്യൂട്ടർ ആയ ഒരു വ്യക്തിക്ക് 625 ആഴ്ച മുതൽ 631 ആഴ്ച എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് നമ്മൾ കട്ട് ഓഫ്. അതും നല്ലൊരു കട്ട് ഓഫ് ആണ്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് അവസാനത്തെ ദിവസം. ഓഗസ്റ്റ് 15-ാം തീയതി വെള്ളിയാഴ്ചയാണ് നമ്മൾ ക്ലോസിംഗ് വരുന്നത്. അപ്പൊ ആ ക്ലോസിംഗിനുള്ളിൽ ഡിസ്ട്രിബ്യൂട്ടർ സിൽവർ ഉണ്ടാവും. ഡിസ്ട്രിബ്യൂട്ടർ സിൽവർ, ഈ ഡിസ്ട്രിബ്യൂട്ടർ സിൽവർ കാറ്റഗറി ഉള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ചലഞ്ച് അത് ഓട്ടോമാറ്റിക്കലി ഉണ്ട്. ഒപ്പം തന്നെ ഇത് ടീം ബിസിനസ്, നിങ്ങൾ 1 ഉം 2 ഒക്കെ നടക്കുന്ന ബിസിനസിന്റെ 15,000 BV1-ലും 15,000 B2-ലും വരണം. ഇത് ഫ്രഷ് ബിസിനസ് ആണ്. നിങ്ങൾ കഴിഞ്ഞ മുന്നത്തെ ആഴ്ച ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഞാൻ പറഞ്ഞത് 625 മുതൽ 631 ആഴ്ചക്കുള്ളിൽ നടക്കുന്ന കച്ചവടമാണ് കാണിക്കുക. നിങ്ങൾ ID നമ്പറിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ക്ലിയർ? അപ്പൊ ഈ ID നമ്പർ തന്നു കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുക, അനൗൺസ്മെന്റ് ചെയ്യുക. 15,000 BV 1-ലും 2-ലും എന്ന് പറഞ്ഞാൽ ഏകദേശം 20,000 രൂപയുടെ ബിസിനസ് 1-ലും 2-ലും ഈ പരിധിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഫൈറ്ററായി. ആരാണ് ഫൈറ്റർ? ഡിസ്ട്രിബ്യൂട്ടർ സിൽവർ, ഈ കാറ്റഗറിയാണ് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ സിൽവർ കാറ്റഗറിയാണ് പറയുന്നത്. ഈ സ്റ്റാർ റൂബി കോർഡിനേറ്റർ അവർക്കാണ് ഈ ടാർഗറ്റ് കാണുന്നത്. സ്റ്റാറിന് 20,000 BV ആണ്. ഇത് ടോട്ടൽ വന്നാൽ മതി. എങ്ങനെ വന്നതിന് നമുക്ക് എന്തില്ല, ചോദ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണോ, റീപർച്ചേസ് ആണോ, ടീം ബിസിനസ് ആണോ എന്നുള്ളതൊന്നും ഇവിടെ കണ്ടീഷൻ അല്ല. 20,000 BV മാച്ച് ആവണം ഈ സമയത്തിനുള്ളിൽ. സ്റ്റാറിന്, റൂബിക്ക് 30,000 BV മാച്ച് ആവും. കോർഡിനേറ്ററിന് 35,000 BV മാച്ച് ആവും. ഇതാണ് സ്റ്റാർ റൂബി കോർഡിനേറ്റർ കണ്ടീഷൻ. ഇത് നമുക്കൊരു ചലഞ്ച് ആണ്. ഇത് ഫൈറ്റർ ആണ്. നമ്മൾ ഫൈറ്റ് ചെയ്യണം, നമ്മൾ വിൻ ആവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എപ്പോഴും ഓർക്കണം. സക്സസ് എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. അതിൽ സ്റ്റോപ്പുകൾ ഉണ്ട്. ഓരോ സ്റ്റോപ്പ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ സ്റ്റോപ്പിൽ നിന്നാണ് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ നിങ്ങൾ വിജയിക്കും. അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഏതെങ്കിലും സ്റ്റോപ്പിൽ ഞാൻ വിജയിച്ചിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകും. അപ്പൊ ഓരോ സ്റ്റോപ്പ് ഇമ്പോർട്ടന്റ് ആവും. ഓരോ സ്റ്റോപ്പ് ഇമ്പോർട്ടന്റ് ആവും. ഓക്കെ, സോ ഇനി ടീം ലീഡേഴ്സും കൂടി ഉണ്ട്. TC, ATC, DTC, ZTC. TCക്ക് 40,000 BV ആണ് മാച്ച് ചെയ്യേണ്ടത്. ATC 50,000 BV, DTC 75,000 BV, ZTC 1,00,000 BV മാച്ച്. അവർക്കും റെക്കഗ്നൈസേഷൻ. ഇതാണ് ഈ സമയപരിധിക്കുള്ളിൽ നടക്കേണ്ട ടാർഗറ്റ് എന്ന് പറഞ്ഞത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ടാർഗറ്റ് മനസ്സിലായില്ലേ? മനസ്സിലായെങ്കിൽ എല്ലാവരും മനസ്സിലായി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. തന്നാരല്ലേ, താനാരെന്ന് തന്നോട് ചോദിച്ചാൽ അപ്പൊ മനസ്സിലായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, ലൈക്ക് അടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലീഡേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരു ഫൈറ്റർ ആവാൻ എന്ത് ചെയ്യുക, തയ്യാറെടുപ്പ് നടത്തുക. നമ്മൾ ശക്തമായി പ്രവർത്തിക്കുന്ന സമയമാണ്. സക്സസിന്റെ ഫോർമുല എങ്ങനെയാണ്? ഗോൾ പ്ലസ് പ്ലാൻ പ്ലസ് ആക്ഷൻ ഈസ് ഈക്വൽ ടു സക്സസ്. ആദ്യം നമുക്ക് ലക്ഷ്യം വേണം, അത് എങ്ങനെ വിജയിക്കണം എന്നൊരു പദ്ധതി വേണം, അതിനനുസരിച്ച് ശക്തമായ പ്രവർത്തനമാണ്. ഗോൾ പ്ലസ് പ്ലാൻ പ്ലസ് ആക്ഷൻ ഈസ് ഈക്വൽ ടു സക്സസ് ആണ്. നമ്മൾ എത്രമാത്രം ശക്തമായി പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യവുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഒരു ദിവസം 1 മണിക്കൂർ പ്രവർത്തിച്ചാൽ മതിയോ, അത് നമ്മൾ ലക്ഷ്യമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു ദിവസം 24 hours വർക്ക് ചെയ്യണോ, അത് നമ്മൾ ലക്ഷ്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെല്ലാം നമ്മളെ ലക്ഷ്യമായിട്ടായിരിക്കും നമ്മളുടെ പ്രവർത്തനം ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പൊ ശക്തമായ ഒരു ഗോള് നിങ്ങൾ എഴുതി വെക്കുക, പ്ലാൻ ചെയ്യുക, ശക്തമായ പ്രവർത്തനം, ഫോക്കസ് ചെയ്തുള്ള പ്രവർത്തനം. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഇതേ ഫോക്കസിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. പ്രവർത്തിച്ച് പരാജയപ്പെട്ടാലും നിങ്ങൾ ഫൈറ്ററാണ്. റെക്കഗ്നൈസേഷൻ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ മനസ്സിൽ നമ്മളെ സ്വയം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നമ്മളോടുള്ള നമ്മളുടെ മനസാക്ഷിയോടുള്ള ചോദ്യത്തിന് നമ്മൾ എന്താ സക്സസ്ഫുൾ ആണ്. ഫൈറ്റ് ചെയ്ത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവസാനമായി പൊരുതി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവസാനം വരെ നമ്മൾ പൊരുതണം. പരാജയപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് മനസാക്ഷിയെ ബോധ്യപ്പെടുത്തി ഞാൻ പരാജയപ്പെട്ടാൽ വിജയിച്ചതാണ്. കാരണം ഞാൻ ശക്തമായി പ്രവർത്തിച്ചിട്ടാണ് എന്ത് ചെയ്തല്ലേ പരാജയപ്പെട്ടെന്നുള്ളതാണ്. ക്ലിയർ? അപ്പൊ ഫോക്കസ് ചെയ്ത പ്രവർത്തനമാണ്. നമ്മൾ എല്ലാത്തിലും ഫോക്കസ് ചെയ്യരുത്, നമ്മൾ ഈ കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം. അടുത്ത കാര്യം അടുത്തത് വരും. റാങ്ക് മാറുന്ന ആളുകൾ റാങ്ക് കൂടെ ഫോക്കസ് ചെയ്യണം.
അവർ എല്ലാ റാങ്ക് അച്ചീവേഴ്സിനും അവിടെ റെക്കഗ്നൈസേഷൻ ഉണ്ട്. എല്ലാ റാങ്ക് അച്ചീവേഴ്സിനും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ സമയത്തിനുള്ളിൽ റാങ്ക് മാറിയവർക്ക് മാത്രം, എല്ലാവർക്കും റെക്കഗ്നൈസേഷൻ ഇല്ല. TC, ATCക്ക്, പഴയ TCക്ക്, TATCക്ക് ഒന്നും റെക്കഗ്നൈസേഷൻ ഇല്ല. ഈ സമയപരിധിക്കുള്ളിൽ റാങ്ക് മാറിയവർ എന്ത് ചെയ്യും, അവിടെ സ്പെഷ്യൽ ആയിട്ട് എന്തുണ്ട്, റെക്കഗ്നൈസേഷൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ റാങ്കും കൂടെ ഫോക്കസ് ചെയ്യാം. ഹാർഡ് വർക്ക്, വർക്ക് 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 വർക്ക്, വീണ്ടും വർക്ക് 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 വർക്ക്. നമ്മൾ ബെസ്റ്റ് ആവുന്നവരെ നമുക്ക് റെസ്റ്റ് ഇല്ല. നോ റെസ്റ്റ് ടിൽ യു ആർ ദ ബെസ്റ്റ് എന്നാ പറയണത്. ഞാൻ ബെസ്റ്റ് ആവുന്നവരെ റെസ്റ്റ് ഇല്ല. ഇങ്ങനെ പ്രവർത്തിക്കണം. നിങ്ങൾ ബെസ്റ്റ് ആണെങ്കിൽ വർക്ക് ചെയ്യണ്ട, നിങ്ങൾ ബെസ്റ്റ് അല്ലെങ്കിൽ വർക്ക് ചെയ്യണം. നോ റെസ്റ്റ് ടിൽ യു ആർ ദ ബെസ്റ്റ്, ടിൽ യു ആർ ദ ബെസ്റ്റ്. നോ മോർ വേസ്റ്റിംഗ് ടൈം. നമുക്ക് ഒരു സമയം പോലും പാഴാക്കാനില്ല. മൊബൈൽ നോക്കാം, ഡിസ്ട്രിബ്യൂട്ടറിനെ വിളിക്കാം, വാട്സപ്പ് നോക്കാം, നമ്മുടെ മെസ്സേജ് അറിയാം. അൺനെസസറി കാര്യം ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാവരും വാട്സപ്പ് നോക്കി, ഫേസ്ബുക്ക് നോക്കി 4-5 മണിക്കൂർ പോവാണ്. കുറെ ചിരിക്കും, കുറെ കരയും. ലൈഫിൽ ഒരു ഉപകാരമില്ല. ഇങ്ങനെ പല വീഡിയോ കണ്ടു പോവാണ്. പാചകം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടുപോവുകയാണ്. ഇതൊക്കെ നമുക്ക് സക്സസ് ആയ ശേഷം നോക്കാം. ഇതൊക്കെ നമ്മൾ വേസ്റ്റിംഗ് ടൈമാണ്. ഫ്രണ്ടിൽ കാണുന്നത് TV കാണുക, ഇതൊക്കെ പഠിക്കുക, നിങ്ങൾ പ്രവർത്തിക്കുക, ഇതൊക്കെ വേണം. കാരണം ഒരു ലൈഫേ ഉള്ളൂ, ഒരു ചാൻസേ ഉള്ളൂ. 1 ലൈഫ് 1 ചാൻസ്. ഈ ജീവിതത്തിൽ വിജയിക്കണം. അതിനുവേണ്ടി മികച്ച അവസരമാണ് MI ലക്ഷ്യം. ശക്തമായി പ്രവർത്തിക്കാൻ തയ്യാറാണ്. ശക്തമായി പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയണം. അപ്പോൾ ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. കണ്ടിന്യൂ ആയിട്ടുള്ള പ്രവർത്തനം, ആക്ഷൻ ഓറിയന്റഡ് പ്രവർത്തനം. ഒരു പ്രശസ്തനായ എമേഴ്സൺ വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദ മാസീവ് ആക്ഷൻ ബ്രേക്സ് ദ വാൾ ഓഫ് ഫിയർ എന്ന് പറയുന്നത്. ദ മാസീവ് ആക്ഷൻ ബ്രേക്സ് ദ വാൾ ഓഫ് ഫിയർ. എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ, ഈ ഒരു ചിന്തയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. അതിനെ എങ്ങനെ മറികടക്കാം? ശക്തമായ പ്രവർത്തനമുണ്ടെങ്കിൽ നമ്മൾ ഏത് പേടിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറികടക്കാൻ പറ്റും. ഏറ്റവും വലിയ മതിലിനെ പോലും മറികടക്കാൻ പറ്റും. എല്ലാം എന്താണ്, ആക്ഷൻ ഓറിയന്റഡ് ആണ്. ശക്തമായി പ്രവർത്തിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന പ്രവർത്തിക്കുക. നിങ്ങൾക്ക് ഓടാൻ കഴിയുന്നെങ്കിൽ നന്നായിട്ട് ഓടുക, നിങ്ങൾ പറക്കാൻ കഴിയുന്നെങ്കിൽ നന്നായിട്ട് പറക്കുക, നിങ്ങൾക്ക് നടക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക, നന്നായിട്ട് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ഇഴയാൻ കഴിയില്ല, അതും ചെയ്യുക. എന്തു തന്നെയാണെങ്കിലും ചെയ്യുന്നത് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ശരിയായ പാതയിലാണ്, നമ്മൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഒരു സ്ഥലത്തും നിൽക്കരുത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യും, വിജയിച്ചിരിക്കും. സോ താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വരുന്ന ഓഗസ്റ്റ് 17-ാം തീയതി നമ്മൾ തൃശ്ശൂർ പാലക്കാട് ടീമിന്റെ ഒരു ചരിത്രം നമ്മൾ സൃഷ്ടിക്കും. കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുള്ള പ്രോഗ്രാം, ഒരുപാട് അച്ചീവേഴ്സ് അവിടെ നമുക്ക് റെക്കഗ്നൈസേഷൻ കഴിയണം. ശക്തമായ പ്രവർത്തനം, നിങ്ങളൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ, നമ്മൾ വിജയിക്കുന്നത് വരെ, നമ്മുടെ ഗ്രൂപ്പിലെ ഓരോ വ്യക്തി വിജയിക്കുന്നത് വരെ ടീം നിങ്ങളോടൊപ്പം നിലകൊള്ളും. നമുക്ക് ഒരുമിച്ച് വളരാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് മൈ രാജ്.